തിരുവല്ല, കുമ്പഴ, പുനലൂർ, മൂവാറ്റുപുഴ തുടങ്ങിയ പ്രധാന ശബരിമല റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ നവംബർ 10-നുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് അറിയിച്ചത്. ഇതിനായി 95 കോടി രൂപ വകയിരുത്തുകയും ചെയ്തു. എന്നാൽ മണ്ഡലകാലം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഈ പണികൾ പകുതി പോലും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. പമ്പയിലെയും സന്നിധാനത്തെയും മാലിന്യ പ്രശ്നങ്ങൾ ഇത്തവണയും പ്രശ്നങ്ങളുണ്ടാക്കും. പമ്പയിലെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ ശേഷി കൂട്ടാനുള്ള തീരുമാനവും എങ്ങും എത്തിയില്ല. നടപ്പന്തൽ പുതുക്കിപ്പണിയുന്ന കാര്യവും പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുന്നു. ഇതിനെല്ലാം പുറമെയാണ് ഭക്തർക്ക് വൻ തിരിച്ചടി നൽകിക്കൊണ്ട് സന്നദ്ധ സംഘടനകളുടെ അന്നദാനം നിരോധിച്ചുകൊണ്ട് കോടതിയുടെ ഉത്തരവ്. ദേവസ്വം ബോർഡ് മാത്രം അന്നദാനം നടത്തിയാൽ മതിയെന്നാണ് കോടതിയുടെ ഉത്തരവിറങ്ങിയിരിക്കുന്നത്. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിലും കാര്യമായ ഇടപെടൽ നടത്താൻ ഇത്തവണ ജില്ലാ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. പന്തളമടക്കമുള്ള ഇടത്താവളങ്ങളുടെ അവസ്ഥയും ശോചനീയമാണ്. എല്ലാത്തിനും പുറമെ ശബരിമലയുടെ സമഗ്ര വികസനത്തിനായി കൊണ്ടുവന്ന ശബരിമല മാസ്റ്റർ പ്ലാൻ പ്രകാരമുള്ള നവീകരണ പ്രവർത്തനങ്ങൾ ഇത്തവണയും ഇഴഞ്ഞു നീങ്ങുന്നത് തീർത്ഥാടകരെ വലയ്ക്കുമെന്നതിൽ സംശയമില്ല. ടോബി ജോൺസൺ, മീഡിയ 1, പത്തനംതിട്ട.